Radio Library. Radio Library with RJ Radish. കഥകൾ എങ്ങനെ എഴുതണം, എഴുത്തുകൾ എങ്ങനെ ആയിരിക്കണമെന്ന് പറഞ്ഞിരുന്ന മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായരുടെ ഓർമ്മകളുമായി റേഡിയോ മലയാളം 98.6 അക്ഷരമാസമായി ആചരിക്കുകയാണ്. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ MT കഥാകാലം. നിങ്ങളോടൊപ്പം RJ രതീഷ് ആണുള്ളത്. MT കഥാകാലം. MT വാസുദേവൻ നായരുടെ എഴുത്തുകളുമായി റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ ഇനി അക്ഷരമാസം. ഈ ആഴ്ചയിലെ MTയുടെ പുസ്തകം നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നു. MTയുടെ ആദ്യത്തെ നോവലാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് ബിജു പി മംഗലമാണ്. നമസ്കാരം, സ്വാഗതം റേഡിയോ മലയാളം 98.6ലേക്ക്. സന്തോഷം. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കൃതി ബഷീറിന്റെ ബാല്യകാല സഖിയാണെങ്കിൽ എല്ലാ കാലത്തും മലയാള സാഹിത്യത്തെ സമ്പുഷ്ടമാക്കിയതും വായനാ ലോകത്തെ വിസ്തൃതമാക്കിയതും MTയുടെ രചനകളാണ്. അതൊരു നിസ്തർക്ക വസ്തുതയാണ്. മലയാള സാഹിത്യത്തിലെ ആ പ്രകാശഗോപുരത്തിന് ആദരമേകാൻ MT കഥാകാലം എന്ന പേരിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന അക്ഷരപൂജ എന്ന് തന്നെ പറയാം, അക്ഷരമാസമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. ഏറ്റവും ഗൗരവത്തോടെ ഏറ്റെടുത്ത് അത് നടപ്പിലാക്കുന്നതിൽ ആദ്യമേ അഭിനന്ദനവും ഒപ്പം സന്തോഷവും അറിയിക്കുകയാണ്. ബിജു പി മംഗലം ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് MTയുടെ ആദ്യ നോവലാണ്. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നോവൽ കൂടി തന്നെ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു നോവലാണ്. നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് EMSനെ സ്മരിക്കുമ്പോൾ പറയാറുള്ള ഒരു കാര്യം എന്നത് മലയാളിയുടെ ദൈക്ഷണിക വായനയിൽ EMS എഴുതിയതും EMSനെ കുറിച്ച് എഴുതിയതും ഒരേപോലെ വിപുലമായി തന്നെ വായിക്കപ്പെടുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിൽ അടയാളപ്പെട്ട സാഹിത്യകാരൻ തന്നെയാണ് MT വാസുദേവൻ നായർ. MT എഴുതിയതും MTയെ കുറിച്ച് എഴുതിയതും മലയാളത്തിൽ പരക്കെ വായിക്കപ്പെടുന്നു എന്നുള്ളത് ആ സാഹിത്യകാരന്റെ വലിയ സ്വീകാര്യതയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ MTയെക്കുറിച്ചും MT സാഹിത്യത്തെക്കുറിച്ചും നാലുകെട്ടിനെക്കുറിച്ചുമൊക്കെ ഒരുപോലെ പറഞ്ഞു പോകാമെന്ന് കരുതുകയാണ്. മലയാളത്തിന്റെ രത്നഗർഭയായ മഹാമൗനം എന്ന് കൃത്യമായി വിശേഷിപ്പിക്കാൻ കഴിയുന്ന സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. മറ്റൊരു എഴുത്തുകാരനും മലയാളിയോട് ഭാഷയെ ഇത്ര കുറുക്കിയെടുത്ത് സംസാരിച്ചിട്ടില്ല. വഴുതിപ്പോയൊരു വാക്കോ വെറുതെ വാർന്നൊരു വാചകമോ ഇല്ലാതെയായിരുന്നു MTയുടെ തൂലിക ഇക്കാലമത്രയും ചലിച്ചുകൊണ്ടിരുന്നത്. വെറും ചരടിൽ കോർത്ത് കഴുത്തിൽ കെട്ടിയ ആലിലത്താലിയിൽ തിരുവാതിര നിലാവ് മുഴുവൻ പരന്നുകിടക്കുന്നു എന്നെഴുതിയതുപോലെ ഭാഷയുടെ സാന്ദ്രഗംഭീരമായ ശില്പങ്ങളിൽ മലയാളിയുടെ ജീവിതലോകം ഇരുളും നിലാവുമായി പടർന്നു പരന്നു കിടക്കുകയാണ്. മലയാളിയുടെ സാമൂഹ്യ ജീവിതം ആധുനികതയുടെ രാഷ്ട്രീയ സാമൂഹ്യ ലോകത്തിലേക്ക് എത്തിനോക്കുകയും നടന്നു കയറുകയും ചെയ്ത കാലത്താണ് MT എഴുതി തുടങ്ങിയത്. പഴയകാല മാമൂലുകൾ, വാറോലകൾ, അധികാരശ്രേണികൾ, എടുപ്പുകൾ, നടപ്പുശീലങ്ങൾ ഇവയൊക്കെ തകർന്നു വീഴുന്നതിന്റെ ശബ്ദം അതിലുണ്ടായിരുന്നു. ഒരു കാലം ഞരക്കത്തോടെ മറയുന്നതിന്റെ കാഴ്ച അതിലുണ്ടായിരുന്നു. തകരുന്ന കോട്ടകൾക്കുള്ളിൽ നിന്നും പുറത്തു കടക്കുന്ന മനുഷ്യൻ പുതിയ ലോകത്തിന്റെ വെയിലിലേക്ക് നടക്കുമ്പോഴുള്ള കിതപ്പുകളും ഉത്സാഹവും അതിലുണ്ടായിരുന്നു. ബന്ധങ്ങളുടെ സാമൂഹ്യ ഘടനയിലുണ്ടായ മാറ്റം, വൈകാരികതയുടെ ലോകങ്ങളെ കീഴ്മേൽ മറിക്കുന്നതിന്റെ അന്താളിപ്പും ആ എഴുത്തിൽ നിഴലിച്ചിരുന്നു. മലയാളിയുടെ ആധുനികതയിലേക്കുള്ള നടപ്പാതകളിൽ MT സാക്ഷിയും ഒപ്പം ആ കാലത്തിന്റെ പകർത്തെഴുത്തുകാരനുമായി മാറുകയായിരുന്നു. മലയാള ഭാഷ അതിന്റെ മണിപ്രവാള ഭാരങ്ങൾ അഴിച്ചുവെച്ച് ഒരു പുഴയുടെ തെളിമയോടെ അതിന്റെ ലളിതസുന്ദര പൂർണ്ണതയിൽ MTയിലേക്ക് പടർന്നേറുകയായിരുന്നു. അകലെയുള്ള മഹാഭൂഖണ്ഡങ്ങളെക്കാൾ തന്റെ ജീവിതത്തിന്റെ അകംപുറങ്ങൾ തൊട്ട മലയാള സമൂഹത്തിന്റെ ദേശവും ഭാഷയും അതിന്റെ ഹൃദുഭേദങ്ങളും MTയിൽ നിറഞ്ഞു. മലയാളം എന്ന ദേശം അതിന്റെ ഭാഷയും ലോകവും കൊണ്ട് മാത്രമല്ല, ആ ദേശത്തിൻ്റെത് മാത്രമായ ഭാവനാ സൗകുമാര്യത്തെ കൂടി മനോഹരമായി വിളക്കിച്ചേർത്ത് രൂപപ്പെടുത്തിയ എഴുത്തുകാരനായിരുന്നു MT. അതുകൊണ്ട് തന്നെയാണ് MTയുടെ ഹൃദയത്തിൽ നിന്നും ഈ വാക്കുകൾ പുറപ്പെട്ടത്. വ്യത്യസ്തങ്ങളായ ഭൂഭാഗങ്ങൾ തേടി ഞാൻ അലയാറുണ്ട് പലപ്പോഴും, പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുന്നു. ഇതൊരു പരിമിതിയാവാം, പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ ഞാൻ അറിയുന്ന നിളാനദിയെയാണ് എനിക്കിഷ്ടം. തന്റെ ദേശവും അതിന്റെ ലോകവും അതിലെ കഥകളുമായിരുന്നു MT എഴുതിയത്.
ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് അത് പല സാധ്യതകളിലേക്കും അയാളെ നയിച്ചേക്കാം. അത് തന്റെ ചെറിയ ജാലകങ്ങളിലൂടെ കാണുന്ന ലോകത്തിന്റെ മാത്രം കഥപറച്ചിലുകളായി മാറാം. വീട്ടുതൊടിയിലെ ഒറ്റമരത്തണലിൽ മയങ്ങലാകാം. അങ്ങനെ തുടങ്ങിയുള്ള സ്വയം ചുരുങ്ങലുകളാകാം. അതുമല്ലെങ്കിൽ തന്റെ ചുറ്റുമുള്ള ലോകത്തിന്റെ കാഴ്ചകളിലൂടെ, കഥകളിലൂടെ വലിയൊരു ലോകത്തെ തൊടാം. പാടവരമ്പിലൂടെ നടന്നൊരു വനത്തിലെത്താം. മനുഷ്യരുടെ സ്വപ്നങ്ങളെയും സങ്കടങ്ങളെയും ജീവിതത്തിന്റെ നിരർത്ഥകതകളെയും ശബ്ദമൗനങ്ങളെയും സാർവലൗകികമായ ആഴത്തിൽ അറിയാം. MT തന്റെ എഴുത്തിലൂടെ കണ്ടെത്തിയത് ഇതിലെ രണ്ടാമത്തെ സാധ്യതയായിരുന്നു. കൂടല്ലൂരിലെ ഇടവഴികളിലൂടെയും പാടവരമ്പുകളിലൂടെയും സഞ്ചരിച്ച് ഭൂമിയിലെ ഏത് കാലത്തെ മനുഷ്യന്റെയും ജീവിതത്തിന്റെ എഴുത്തുകാരനായി MT മാറപ്പെട്ടതും അങ്ങനെയാണ്. ഏതോ പുരാതന സ്മൃതികളിൽ നിന്ന് കടന്നുവരുന്ന കഥാപാത്രങ്ങൾക്ക് എന്റെ തന്നെ ഛായയാണല്ലോ എന്ന് ഏതു കാലത്തെയും വായനക്കാരനെയും കൊണ്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാലാതിവർത്തിയായ നൈരന്തര്യം തന്നെയാണ് MT സാഹിത്യം. MTയുടെ മൗനത്തെക്കുറിച്ച് രസാവഹമായ ഒരു വിശകലനം സുഭാഷ് ചന്ദ്രനുമായുള്ള അഭിമുഖത്തിൽ MT തന്നെ വിശദീകരിക്കുന്നുണ്ട്. 1000 വാട്സുള്ള ഈ മൗനത്തിന്റെ പൊരുളെന്ത്? ഇത് സഹജമോ ആർജിതമോ എന്നായിരുന്നു സുഭാഷ് ചന്ദ്രന്റെ ചോദ്യം. അതിന് MT നൽകിയ മറുപടി വളരെ ചെറുപ്രായത്തിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോലിക്ക് കയറി. ഇന്നത്തേതുപോലല്ല. 6 ദിവസം കൊണ്ട് തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു ലക്കുണ്ടാക്കാൻ നല്ല അധ്വാനം വേണം. പത്രാധിപസമിതി എന്നാൽ പലപ്പോഴും ഏകാംഗ സമിതി തന്നെയാണ്. ഡ്യൂട്ടി സമയത്തിനുള്ളിൽ ജോലി തീർക്കണമെങ്കിൽ മുന്നിൽ വന്നിരുന്ന് പരിചയപ്പെട്ട് ദീർഘനേരം സൊറ പറയാൻ കോപ്പിടുന്നവരെ നിരുത്സാഹപ്പെടുത്തിയേ പറ്റൂ. അതിന് ഏറ്റവും നല്ലത് മൗനമാണെന്ന് തോന്നി. പിന്നെ അത് ശീലമായതാവാം. മൗനം മുറിച്ച് നാം വാചാലരാകുമ്പോൾ അധികമായി പറയുന്നതെല്ലാം തറവാടിത്ത ഘോഷണങ്ങളും പരദൂഷണങ്ങളും മാത്രമാണെന്നിരിക്കെ ഇത് രണ്ടും അനുവർത്തിക്കാത്ത MTയുടെ മൗനത്തിന് ഒരു സാത്വിക ഭാവം ഉണ്ടെന്നത് പൂവിന്റെ സുഗന്ധം പോലെ അനുഭൂതിദായകമാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ശത്രുവായി സ്വയം കൊട്ടിഘോഷിക്കുന്നവരെ കുറിച്ച് പോലും MT ഇരുണ്ട വാക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. മലയാളത്തിലെ വലിയ എഴുത്തുകാരെ ആഴ്ചപ്പതിപ്പിലൂടെ കൊണ്ടുവന്നത് അങ്ങല്ലേ എന്ന് ചോദിച്ചാൽ MT നൽകുന്ന ഉത്തരം അങ്ങനെ പറയാൻ കഴിയില്ല. ഞാനില്ലെങ്കിലും അവരൊക്കെ ഇതേപോലെ തന്നെ ഉയർന്നേനെ. അവർക്ക് കടന്നുവരാൻ ഞാനൊരു നിമിത്തമായെന്ന് മാത്രം. ഞാനില്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റൊരാളുണ്ടാവും. കാറ്റും വെളിച്ചവും കടന്നു വരട്ടെ എന്ന് മന്ത്രിച്ച് ഇരുട്ട് തളം കെട്ടിയ മുറിയുടെ ജനൽവാതിലുകൾ തള്ളി തുറക്കുന്ന കഥാപാത്രങ്ങൾ MTയുടെ പല രചനകളിലുമുണ്ട്. MT പല നിലയ്ക്കും മലയാളിക്ക് ഒരു വാതിലായിരുന്നു. മൗനത്തിന്റെ സാക്ഷിയിട്ട ഒരു വാഗ്വാതിൽ. സർഗപ്രകാശനത്തിന് ഉഴറിയിരുന്നവരുടെ രക്ഷാവാതിൽ. ലോക സാഹിത്യത്തിന്റെ പ്രകാശരശ്മികൾക്ക് ഒരു പ്രവേശനവാതിൽ. കഥയുടെയും നോവലിന്റെയും തിരക്കഥയുടെയും നെടുംവാതിൽ. ആ വാതിൽ കടന്നവരാരും തിരികെ ഇറങ്ങിയിട്ടില്ല. നവാനുഭൂതികൾ ആവോളം ആസ്വദിച്ച് MTയുടെ സർഗലോകത്തിന്റെ അവകാശികളായി അവരെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുന്നു. MT എഴുതി തുടങ്ങുമ്പോൾ കേരളം ഉണ്ടാകുന്നതേയുള്ളൂ. മലയാള ദേശമുണ്ടായിരുന്നു. കേരളമുണ്ടാവുമ്പോൾ മലയാള ദേശത്തിന്റെ രാഷ്ട്രീയവും സമൂഹവും അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നുപോവുകയായിരുന്നു. ജന്മത്വത്തിൽ നിന്നും അതിന്റെ മൂല്യബോധങ്ങളിൽ നിന്നും കുതറുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നൊരു സമൂഹം രൂപപ്പെട്ടു വരുന്ന കാലമായിരുന്നു അത്. MT ജീവിച്ചു തുടങ്ങിയ കാലവും എഴുതി തുടങ്ങിയ കാലവും ഒരു സാമൂഹ്യാവസ്ഥയുടെ അവസാനം കുറിക്കുന്നതും മറ്റൊരു സാമൂഹ്യാവസ്ഥയുടെ തുടക്കം കുറിക്കുന്നതുമായ കാലമായിരുന്നു. തുടക്കത്തിൽ നിൽക്കണോ ഒടുക്കത്തിൽ നിൽക്കണോ എന്ന ചോദ്യം ഉച്ചത്തിൽ മുഴങ്ങിയ കാലം. എഴുത്തുകാരോടുള്ള ഈ ചോദ്യത്തിന് മൂർച്ച കൂടുതലുണ്ടായിരുന്ന കാലം. സ്വാതന്ത്ര്യ സമരത്തിന്റെ അവസാന കാലം. കേരളം ഉണ്ടാകുന്നതിന് 4 പതിറ്റാണ്ട് മുമ്പ് തുടങ്ങി കേരളം രൂപപ്പെട്ട് പരുവപ്പെട്ടു വരുന്ന കാലങ്ങൾ. പ്രചണ്ഡവാദങ്ങളുടെ കലുഷിത കാലങ്ങൾ. ആ കാലത്തിന്റെ സാക്ഷിയായിരുന്നു MT. ആ കാലത്തെ മറുകാലങ്ങളിലേക്ക് പകർത്തിവെച്ച സാഹിത്യകാരനും. ആ പകർച്ചകൾ ഇങ്ങനെ പോകുന്നു. ഭൂവുടമ ബന്ധങ്ങളും അതിന്റെ മൂല്യവിചാരങ്ങളും ഒഴിഞ്ഞ പത്തായം പോലെ കിടന്നു. ജന്മിത്വകാലത്തെ ഭരദേവതമാർ ആളൊഴിഞ്ഞ തറവാട്ടുകളിലെ മച്ചിൽ നിന്നും ഇറങ്ങി ചുറ്റും അലയുവാൻ തുടങ്ങി. പുറത്ത് പുതിയൊരു കാലം പുതിയൊരു ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങിയിരുന്നു. അകലങ്ങളിൽ നിന്നും മുദ്രാവാക്യങ്ങൾ അടുത്തു വന്നു. ലോകം വലുതായി. പുഴയ്ക്കപ്പുറം പുതിയ ലോകമുണ്ടായി. അതിനുമപ്പുറം അനുഭവങ്ങളുടെയും പുതിയ ജീവിതത്തിന്റെയും ഭൂഖണ്ഡങ്ങളിലേക്ക് മനുഷ്യർ കയറിപ്പോകുവാൻ തുടങ്ങി. നനഞ്ഞ വരമ്പുകളിൽ ചെളി പറ്റിയ കാലുകൾ അമർത്തി തുടച്ച് ബോംബെയിലേക്കും മദ്രാസിലേക്കും തങ്ങളെ അറിയാത്ത അജ്ഞാത ജീവിതത്തിന്റെ മഹാനഗരങ്ങളിലേക്കും ആളുകൾ കയറിപ്പോയി. അങ്ങനെ പോയ മനുഷ്യർ ചങ്ങമ്പുഴയെയും
രമണനെയും കൂടെ കൊണ്ടുപോയിരുന്നു. ഈ ചരിതങ്ങൾ തകരുന്ന ജീർണഗൃഹങ്ങളുടെ തെക്കേപ്പറമ്പിൽ നിന്നും സാക്ഷികളെ പോലെ എഴുതാൻ തുടങ്ങിയവരിൽ MTയും ഉണ്ടായിരുന്നു. അത് ഏറ്റവും സുന്ദരമായി എഴുതിയവരുടെ മുന്നിലും MT ഉണ്ടായിരുന്നു. ജന്മിത്തം പോലെ അതിന്റെ സംസ്കൃത ജടില ഭാഷയും തകർന്നു തുടങ്ങി. മലയാളം എന്ന ഭാഷ അതിന്റെ നാട്ടുവഴികളിലും വരമ്പോരങ്ങളിലും അതിലളിതമായി പൂത്തുപരന്നു. MTയുടെ ഭാഷ ആ കാലത്തിന്റെ മാറ്റത്തിന്റെ ഭാഷ കൂടിയായി. മലയാളി ഉള്ളിടത്തോളം ഈ ദേശത്തിന്റെ ജീവിതത്തിന്റെയും ഭാവനയുടെയും ഭാഷ MTയിലൂടെ വായിച്ചുകൊണ്ടേയിരിക്കും. തകരുന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നും ഇറങ്ങി നടന്ന പച്ചയായ മനുഷ്യൻ കൂടിയായിരുന്നു MT. ആത്മനിന്ദയ്ക്കോ പരനിന്ദയ്ക്കോ അവകാശമില്ലാത്ത ചരിത്രാവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരുടെ ഒറ്റപ്പെടലും സന്നിഗ്ധതയും MTയുടെ എഴുത്തുകളിൽ നിറഞ്ഞു നിന്നു. ആധുനികതയുടെ പുതിയ കാലത്തേക്ക് കടന്ന മനുഷ്യന്റെ കടുത്ത അസ്തിത്വ പ്രശ്നങ്ങൾ പിന്നീട് MTയുടെ രചനകളിൽ വിഷയീഭവിക്കുകയായിരുന്നു. MTയുടെ കഥകൾ തകർന്ന മനുഷ്യരുടെ കഥകളാണ്. തകർന്ന വ്യവസ്ഥിതിയെ നോക്കി വരണ്ട ചിരിചിരിക്കുന്ന മനുഷ്യർ അതിലുണ്ട്. തകർച്ചയുടെ ആനന്ദവും എന്ത് ചെയ്യണമെന്നറിയാത്ത പതർച്ചയും കാലത്തിന്റെ മഹാഗതികളിൽ പ്രതിരോധമില്ലാതെ ഒഴുകാൻ വിട്ടുകൊടുക്കുന്നവരും നടക്കുന്നത് എന്തെന്നറിയാത്ത മനുഷ്യരും അതിലുണ്ട്. അമ്മ പേടിക്കണ്ട, ഈ നാലുകെട്ട് പൊളിക്കാൻ ഏർപ്പാട് ചെയ്യണം. ഇവിടെ കാറ്റും വെളിച്ചവും കിടക്കുന്ന ഒരു ചെറിയ വീട് മതി. പൊളിക്കേ, ഭഗവതിരിക്കണ സ്ഥലമല്ലേ? അയാൾ ഉറക്കെ ചിരിച്ചു. ആ ചിരിയുടെ ശബ്ദം പൊട്ടിയ ഭിത്തികളിൽ, തുരുമ്പിച്ച തൂണുകളിൽ, ഇരുണ്ട മൂലകളിൽ തട്ടി തിരിച്ചു വന്നു. പ്രായം ചെന്ന ആ മനുഷ്യൻ അപ്പോഴും സംഭ്രമത്തോടെ മുഖം കുനിച്ച് നിൽക്കുകയായിരുന്നു. MTയുടെ ആദ്യ നോവലായ നാലുകെട്ടിന്റെ അവസാന ഭാഗമാണിത്. 1958 ഈ നോവൽ പ്രകാശിതമായത്. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നാലുകെട്ടിന് ലഭിച്ചിരുന്നു. 6 ലക്ഷത്തിലേറെ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ഈ നോവൽ 14 ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പുണ്ണിയുടെ യാത്രകളാണ് നാലുകെട്ട്. കുടുംബവും ആചാരങ്ങളും ജീവിതത്തിന്റെ നെടുങ്കൻ കാരാഗ്രഹങ്ങളും വ്യക്തിയെ ആഹരിക്കുന്നതിന് നാക്ക് നീട്ടി ആഞ്ഞെടുക്കുന്ന കാലസന്ധികളിലൂടെ അപ്പുണ്ണി മുന്നേറുമ്പോൾ കേരളത്തിന്റെ എഴുതപ്പെടാത്ത ചരിത്രവും ഗോചരമാവുന്നു. നാലുകെട്ട് ഏറ്റവും സത്യസന്ധമായ സാമൂഹിക ചരിത്ര രചനയ്ക്ക് മികച്ച ഉദാഹരണമാണ്. പ്രകാശമാനമായ ജീവിതത്തിനിടയിൽ നിഴലുകളുടെ ഒരു അദൃശ്യ വാഴ്ചയുണ്ടെന്ന് വായനക്കാരെ അറിയിക്കുന്ന മലയാളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ രചന തന്നെയാണ് നാലുകെട്ട്. ഇതിവൃത്ത തലത്തിൽ ആത്മകഥാംശം പലപ്പോഴും ആരോപിക്കപ്പെട്ടിരുന്നുവെങ്കിലും തീർത്തും ആത്മകഥാപരമല്ലാത്ത നോവലാണ് നാലുകെട്ട്. എന്നാൽ തന്റെ ജന്മഗ്രാമമായ കൂടല്ലൂരിന്റെ പശ്ചാത്തലത്തിൽ MT ഉൾക്കൊണ്ട ബാല്യകാലത്തെ അനുഭവങ്ങളും പരിചിതരായ മനുഷ്യരുമൊക്കെ കാര്യമായ മാറ്റം കൂടാതെ നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പുണ്ണി എന്ന കേന്ദ്ര കഥാപാത്രത്തിന്റെ കഷ്ടിച്ച് 20 വയസ്സുവരെയുള്ള ജീവിതകാലത്തെയാണ് നോവലിൽ ആവിഷ്കരിക്കുന്നത്. ആ കാലത്തിനിടയിൽ സംഭവിച്ച സാമൂഹിക പരിണാമം നാലുകെട്ടെന്ന വാസ്തുരൂപത്തെ ആസ്പദമാക്കി MT ഫലപ്രദമായി ആവിഷ്കരിച്ചിരിക്കുന്നു. നാലുകെട്ട് പൊളിക്കാൻ തീരുമാനിക്കുന്ന കഥാന്ത്യം അന്നത്തെ നിലയിൽ വിക്ഷോഭകരമാണ്. MT വാസുദേവൻ നായരുടെ സാഹിത്യ ജീവിതത്തിൽ ആകെ തന്നെ പടർന്നു കിടക്കുന്ന ഒരു അടിസ്ഥാന പ്രമേയം നാലുകെട്ടിന്റെ അന്തർഘടനയിലുണ്ട്. അത് കേരളത്തിൽ നിലനിന്നിരുന്ന മരുമക്കത്തായത്തിന്റെയും കൂട്ടുകുടുംബ വ്യവസ്ഥയുടെയും അതിനാധാരമായ ഭൂബന്ധങ്ങളുടെയും തകർച്ചയും അതിന്റെ ഫലമായി ഭൂമിയുടെ ഉടമസ്ഥാവകാശങ്ങളിൽ വന്ന മാറ്റവുമാണ്. നാലുകെട്ടെന്ന വാസ്തുമാതൃക ആ ജീവിത വ്യവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്ന രൂപകമാണ്. മനുഷ്യബന്ധങ്ങളുടെ സവിശേഷമായ ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് കൈയടക്കത്തോടെ ഈ പ്രമേയത്തെ സ്വാംശീകരിക്കുവാനും ആവിഷ്കരിക്കുവാനും MTക്ക് കഴിഞ്ഞിട്ടുണ്ട്. MT പിന്നീട് എഴുതിയ അസുരവിത്ത്, കാലം എന്നീ നോവലുകളിലും പശ്ചാത്തലമായി തകരുന്ന നാലുകെട്ടുകളുണ്ട്. ഒപ്പം മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യങ്ങളും. അന്നത്തെ സമൂഹത്തിൽ ഗാഢമായി പിടിമുറുക്കിയിരുന്ന ഫ്യൂഡൽ മൂല്യങ്ങളിൽ നിന്നുള്ള വിമോചനം നാലുകെട്ടിലെ പ്രധാന പ്രമേയധാരയാണ്. അക്കാലത്ത് മനുഷ്യന് വ്യക്തി എന്ന നിലയിലായിരുന്നില്ല സാമൂഹിക അസ്തിത്വം ഉണ്ടായിരുന്നത്. ജാതിയോടും തറവാടിനോടും മറ്റും ബന്ധപ്പെട്ട് മാത്രമേ ആളുകളെ അംഗീകരിച്ചിരുന്നുള്ളൂ. അതിൽ നിന്നും ഭിന്നമായി ആധുനിക സമൂഹത്തിലെ സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ ഉയർന്നു വരുന്നതിന്റെ ചിത്രം നാലുകെട്ടിലെ അപ്പുണ്ണിയിൽ കാണാം. സ്വന്തം ഭാഗധേയം സ്വയം നിർണയിക്കുവാൻ ശേഷിയുള്ള വ്യക്തിയാണ് അയാൾ. പരിമിതികളുള്ള സ്വന്തം നാട്ടിൻപുറത്തിന്റെ പരിധി ഭേദിച്ച് അന്യനാടുകളിൽ പോയി പാരമ്പര്യേതരമായ തൊഴിൽ ചെയ്ത്
വളർന്ന് സ്വന്തം അസ്തിത്വം സ്ഥാപിച്ച പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് അയാൾ. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ കേരള സമൂഹത്തിലുണ്ടായ കാതലായ മാറ്റമാണിത്. ആ സാമൂഹിക അന്തർധാരയെ അടിനൂലായി നിലനിർത്തിക്കൊണ്ട് ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് രൂപപ്പെടുത്തിയ കഥയും കഥാപാത്രങ്ങളും കൊണ്ട് ഹൃദയസ്പർശിയായ ആഖ്യാന ശില്പം മെനഞ്ഞെടുത്തെടുത്താണ് നാലുകെട്ട് ജീവസുറ്റ രചനയായി മാറിയത്. കഥാപാത്രങ്ങളുടെ മാനസിക ചലനങ്ങളെ കൂടി ആലേഖനം ചെയ്യുന്ന ചാരുതയാർന്ന ആവിഷ്കാരം മികച്ച വായനാനുഭവം പകരുന്നത് സ്വാഭാവികം മാത്രമാണ്. കൗമാരക്കാരന്റെ അസ്പഷ്ടമായ രത്യനുഭൂതികൾ സ്വപ്നസന്നിഭമായി അവതരിപ്പിച്ചത് മലയാള നോവലിൽ അന്നോളം കണ്ടിട്ടില്ലാത്ത ആഖ്യാന സാധ്യതയുടെ സാക്ഷാത്കാരമായിരുന്നു. ഈ നിലയിലുള്ള രചനാശില്പത്തിന്റെ നവത്വവും സാമൂഹിക യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന പ്രമേയ ശക്തിയും സർഗാത്മകമായി സമ്മേളിച്ചത് നാലുകെട്ടിന്റെ പ്രസക്തിയും മൂല്യവും വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കിയിട്ടുണ്ട്. മരുമക്കത്തായ വ്യവസ്ഥിതി നിലനിന്ന കാലത്ത് വലിയമ്മാമ എന്ന് ബഹുമാനത്തോടെ എല്ലാവരും വിളിക്കുന്ന ഗൃഹനാഥൻ നിശ്ചയിച്ച തനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് തയ്യാറാവാത്ത പാറുക്കുട്ടി കോന്തുണ്ണി നായർ എന്ന നാട്ടിലെ പ്രമുഖ പകിടകളിക്കാരന്റെ കൂടെ വടക്കേപ്പാടം നാലുകെട്ട് വിട്ട് ഒളിച്ചോടുന്നു. അവർക്ക് ജനിച്ച കുട്ടിയാണ് അപ്പുണ്ണി. അപ്പുണ്ണിയുടെ ചെറുപ്രായത്തിൽ സുഹൃത്ത് സൈതാലിക്കുട്ടി നൽകിയ സദ്യയിലെ ഭക്ഷണത്തിൽ വിഷം കലർന്ന് കോന്തുണ്ണി നായർ മരണപ്പെടുന്നു. തന്റെ പിതാവിനെ സൈതാലിക്കുട്ടി വിഷം കൊടുത്ത് കൊന്നതാണെന്ന് മുത്താശ്ശിയിലൂടെ ലഭിച്ച വിവരം വെച്ച് അപ്പുണ്ണിയും കരുതുകയാണ്. കോന്തുണ്ണി നായരുടെ മരണത്തോടെ അപ്പുണ്ണിയും അമ്മ പാറുക്കുട്ടിയും ദുരിതങ്ങളിലേക്കും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തുകയാണ്. ഇല്ലത്തെ കുഞ്ഞാത്തോലിന്റെ വീട്ടിൽ പകലന്തിയോളം പണിയെടുത്താണ് പാറുട്ടിയമ്മ കുഞ്ഞുണ്ണിയെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും. ഇല്ലത്തെ ജോലിക്കാരനായ ശങ്കരൻ നായർ പാറുട്ടിയമ്മയോടും അപ്പുണ്ണിയോടും കാണിക്കുന്ന കരുതൽ അപവാദ പ്രചരണത്തിന് കാരണമാകുന്നു. ഈ അപവാദ പ്രചരണത്തിൽ മനംനൊന്ത് അപ്പുണ്ണി അമ്മയെയും വീടിനെയും വിട്ട് ഇറങ്ങുകയാണ്. സീതാലിക്കുട്ടി പറഞ്ഞതനുസരിച്ച് തന്റെ കൂടി തറവാടായ വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് കുഞ്ഞുണ്ണി രണ്ടാമതും ചെല്ലുകയാണ്. ആദ്യം കുഞ്ഞുണ്ണി വടക്കേപ്പാട്ട് എത്തിയത് ആഘോഷപൂർവ്വം നടത്തുന്ന സർപ്പം തുള്ളൽ കാണുവാനാണ്. അന്ന് വലിയമ്മാമ അപ്പുണ്ണിയെ കഴുത്തിനു പിടിച്ചു തള്ളി ആട്ടിയിറക്കുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ വരവിൽ തിരിച്ചു പോകാൻ ഇടമില്ലെന്ന ബോധ്യത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ വലിയമ്മാമയിൽ നിന്നും ഏറെ ഭത്സനം ഏറ്റിട്ടും തറവാട് വിട്ടിറങ്ങാൻ അപ്പുണ്ണി തയ്യാറായില്ല. കുട്ടമ്മാമയും അമ്മമ്മയും അപ്പുണ്ണിയുടെ കൂട്ടിനുണ്ടായിരുന്നു. വടക്കേപ്പാട്ട് അപ്പുണ്ണി അഭിമുഖീകരിച്ച ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ലായിരുന്നു. വടക്കേപ്പാട്ടെ ജനക്കൂട്ടത്തിനിടയിലും ഏകനായാണ് അപ്പുണ്ണി ജീവിച്ചത്. നാലുകെട്ടിൽ സമപ്രായക്കാരായ മറ്റു കുട്ടികൾ വയറ് നിറച്ചു ഭക്ഷിച്ച് മരക്കട്ടിലിൽ രോമപ്പുതപ്പ് പുതച്ച് അന്തിയുറങ്ങുമ്പോൾ അപ്പുണ്ണി ആവശ്യത്തിന് മാത്രം ഭക്ഷണം കഴിച്ച് കോണിപ്പടിയുടെ അരികിൽ ഇടുങ്ങിയ പ്രകാശമെത്താത്ത ഇരുണ്ട മുറിയിൽ നിലത്ത് കൈതോലപ്പായ വിരിച്ച് പുതപ്പ് പോലും കിട്ടാതെയായിരുന്നു കിടന്നിരുന്നത്. നാലുകെട്ടിലെ ഭാസ്കരനും മറ്റും സ്കൂളിലേക്ക് ഉച്ചഭക്ഷണവുമായി വാഹനത്തിൽ പോകുമ്പോൾ കാൽനടയായി പുസ്തകം വെറും കയ്യിലേന്തി ഉച്ചഭക്ഷണമില്ലാതെ പൈപ്പിലെ വെള്ളം മാത്രം കുടിച്ച് ദാഹവും വിശപ്പും അകറ്റേണ്ടെന്ന ഗതിയാണ് ആ നാലുകെട്ടിലെ അംഗമായ അപ്പുണ്ണിക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള വിവേചനത്തിന്റെ നടുമുറ്റത്ത് മറ്റു കുട്ടികൾ നിലവിളക്കിന്റെ പ്രകാശത്തിൽ വായിച്ചു പഠിക്കുമ്പോൾ ഫൈനൽ പരീക്ഷയ്ക്ക് ചിമ്മിനി വിളക്കിന്റെ വെട്ടം പോലും അപ്പുണ്ണിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. ഫൈനൽ പരീക്ഷ മികച്ച രീതിയിൽ പാസ്സായതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുവാൻ പോലും അപ്പുണ്ണിക്ക് ആ നാലുകെട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പുണ്ണിയുടെ നാലുകെട്ടിലേക്കുള്ള രണ്ടാം വരവ് കാലത്താണ് ദീർഘകാലമായി ശിഥിലീകരിച്ചുകൊണ്ടിരുന്ന ആ നാലുകെട്ടിന്റെ ഗരിമ പേർ നിന്നിരുന്ന തറവാടിന്റെ പ്രതീക്ഷിത പതനം പ്രകടമായി തുടങ്ങിയത്. വലിയമാമയും കുട്ടമ്മാമയും തമ്മിലുള്ള കാലങ്ങളായുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും കുടുംബത്തിലെ മറ്റ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും എല്ലാം അതോടെ വ്യക്തമായി പുറത്തുവന്നു. അർദ്ധനാടുവാഴിത്തത്തിന്റെ ചൂഷണാത്മക സാമ്പത്തിക കുടുംബ വ്യവസ്ഥിതിയുടെ ഇരകളായിരുന്നു ഉൽപ്പന്നം, വസ്ത്രം, ദയ, ഭക്ഷണം എന്നീ രൂപത്തിലുള്ള വേതനം സ്വീകരിച്ചുകൊണ്ടിരുന്ന നാലുകെട്ടിലെ കുട്ടമ്മാമയും കുടുംബവും. പിന്നെ പാടത്ത് അടിമത്തൊഴിൽ ചെയ്യുന്ന ചെറുമികളും. നാടുവാഴ്ത്തത്തിലെ അസമത്വത്തിൽ അധിഷ്ഠിതമായ കുടുംബത്തിലെ ധനവിതരണ വ്യവസ്ഥിതിയിൽ അസംതൃപ്തരാണ് നാലുകെട്ടിലെ ഒട്ടുമിക്ക അംഗങ്ങളും. പഠനശേഷം അപ്പുണ്ണിക്ക് സൈതാലിക്കുട്ടിയുടെ സഹായത്തോടെ വയനാട്ടിലെ മാനന്തവാടിയിൽ ചായത്തോട്ടത്തിൽ ഫീൽഡ് അസിസ്റ്റന്റായി നിയമനം കിട്ടുന്നു. വാടക നൽകാനും തുടർ ജീവിതം നടത്താനും അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൈതാലിക്കുട്ടിക്ക് വേണ്ട സഹായം നൽകാനും അപ്പുണ്ണിക്ക് അതിലൂടെ കഴിയുന്നു. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ മാത്രമാണ് നാലുകെട്ട് തറവാട് ഭാഗിച്ച് പല കരങ്ങളിലായ വിവരം അപ്പുണ്ണി അറിയുന്നത്. തന്റെ കണ്ണീർ വീണ നാലുകെട്ട് തന്റെ അധ്വാനത്തിന്റെ വില നൽകി അവൻ സ്വന്തമാക്കുകയാണ്. അങ്ങനെ നൂറ്റാണ്ടുകളോളം നാടുവാഴിക്കാലത്തിൽ കൂട്ടുകുടുംബം നിലനിന്നിരുന്ന വടക്കേപ്പാട്ട് നാലുകെട്ടിൽ അപ്പുണ്ണിയും അമ്മ പാറുക്കുട്ടിയും പിന്നെ ശങ്കരൻ നായരും ഉൾപ്പെടുന്ന അണുകുടുംബം ജീവിതം തുടങ്ങുന്ന മുഹൂർത്തത്തിൽ നാലുകെട്ടിന്
തിരശീല വീഴുകയാണ്. ഒപ്പം മലയാള സാഹിത്യത്തെ പുഷ്കലമാക്കിയ MT സാഹിത്യത്തിന്റെ തിരശീല ഉയരുകയുമായിരുന്നു. അവിചാരിതമായി ചാറ്റൽ മഴ പെയ്ത ഒരു വസന്തകാല സായാഹ്നത്തിൽ പാരീസിലെ തെരുവിൽ വെച്ച് ഏണസ്റ്റ് ഹെമിംഗ്വേയെ ആദ്യമായി കണ്ടതിനെക്കുറിച്ച് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന്റെ ഹൃദയം കൊണ്ടെഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. തേഞ്ഞു തീരാറായ കൗബോയ് പാന്റും കള്ളി ഷർട്ടുമിട്ട് ബേസ്ബോൾ കളിക്കാരുടെ തൊപ്പി വെച്ച് ലോഹച്ചുറ്റുള്ള മെലിഞ്ഞ വട്ടക്കണ്ണട ധരിച്ച് തെരുവിനപ്പുറമുള്ള നടപ്പാതയിലൂടെ ഭാര്യയ്ക്കൊപ്പം നടക്കുന്ന തന്റെ ആരാധ്യ പുരുഷനെ ആദ്യ ദർശനത്തിൽ തന്നെ മാർക്കേസ് തിരിച്ചറിഞ്ഞു. ടാർസൻ ശൈലിയിൽ 2 കൈപ്പത്തികളും വായ്ക്കു ചുറ്റും ചേർത്ത് സൃഷ്ടിച്ച കോളാമ്പിയിലൂടെ തന്നേക്കാൾ ഇരട്ടി പ്രായമുള്ള ഏണസ്റ്റിനെ നോക്കി അദ്ദേഹം താനറിയാതെ ഉറക്കെ വിളിച്ചുപോയി. മാസ്ട്രോ! ജനമൊഴുകുന്ന നഗര മധ്യത്തിൽ ഗുരുവേ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായ മറ്റൊരാളും പരിസരത്തെങ്ങും ഉണ്ടാവില്ലെന്ന ഉറപ്പിൽ മഹാനായ ഹെമിംഗ്വേ വിളികേട്ട ദിക്കിലേക്ക് തന്റെ കാളക്കഴുത്ത് വെട്ടിച്ച് തിരിഞ്ഞു നോക്കി. മറ്റേ വശത്തുള്ള നടപ്പാതയിൽ മൺവിളക്കിൻ കാലിങ്കൽ തെളിഞ്ഞു കത്തുന്ന ആദരവോടെ ഒരു വിളക്കുകാൽ പോലെ തറഞ്ഞു നിൽക്കുന്ന അജ്ഞാതനായ 28-കാരനെ നോക്കി കൈവീശിക്കൊണ്ട് ഹെമിംഗ്വേ തിരികെ വിളിച്ചു പറഞ്ഞു, അഡ്യൂസ് അമിഗോ, ഗുഡ് ബൈ ഫ്രണ്ട്. കാലത്തിന്റെ മഹത്തായ രാജവീതിക്കപ്പുറമുള്ള കല്ലടർന്ന കാൽനടപ്പാതയിലൂടെ പല വേഗത്തിൽ നടക്കുന്ന 100 കണക്കിന് ആളുകൾക്കിടയിൽ നേർവരകൾ നിറഞ്ഞ ഷർട്ടും വെള്ളമുണ്ടും ധരിച്ച് ചിന്താധീനനായി അങ്ങ് പതുക്കെ നീങ്ങുന്നത് ഞങ്ങൾ കാണുന്നു. ഇപ്പുറത്തെ നടപ്പാതയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ മലയാളികൾ ഉച്ചത്തിൽ വിളിക്കുന്നു, മാസ്റ്ററോ മാസ്റ്ററോ. പ്രിയ MT, താങ്കളെപ്പോലൊരാൾ ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാനായെന്ന ചിന്ത പോലും ഞങ്ങളുടെ കാലുകൾക്ക് ബലം നൽകുന്നു, ഞങ്ങളുടെ കണ്ണുകൾക്ക് കാഴ്ച നൽകുന്നു, ഞങ്ങളുടെ ഹൃദയവീഥികളെ പ്രകാശിപ്പിക്കുന്നു. നന്ദി പ്രിയ സാഹിത്യകാര, പകർന്നേകിയ എല്ലാറ്റിനും നന്ദി. ഒരു കുടുംബം, ആ കുടുംബത്തിലെ ആചാരങ്ങൾ ഒരു വ്യക്തിയെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അത് ഈ നോവലിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ നോവല് ഏത് കാലഘട്ടത്തിലും വായിക്കാവുന്ന ഒരു നോവൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായും ഈ MTയുടെ ഒരു രചന എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കുമുള്ള രചനയാണ്. ഏത് കാലത്തെയും വായനക്കാരെ കൃത്യമായിട്ട് അവനാണ് അതിലെ ഓരോ കഥാപാത്രം എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ, അങ്ങനെ ചിന്തിപ്പിക്കുന്ന തരത്തിൽ രൂപപ്പെടുന്ന രചനകളാണ് MTയുടേത്. സമൂഹത്തിന്റെ മാറ്റങ്ങളെ ഇത്ര കൃത്യമായിട്ട് തന്റെ രചനകളിലൂടെ അടയാളപ്പെടുത്തിയ ഒരു സാഹിത്യകാരൻ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അതുകൊണ്ട് അതെ ഏത് കാലഘട്ടത്തിലും ഈ രചനകൾ, MTയുടെ രചനകൾ പ്രസക്തമാകും എന്നുള്ളത് തന്നെയാണ് ഒരു വായനക്കാരൻ എന്നുള്ള രീതിയിലുള്ള എന്റെ അനുഭവം. തീർച്ചയായിട്ടും നമുക്ക് ചുറ്റുമുള്ള ചില നാലുകെട്ടുകളൊക്കെ ഉണ്ട്, അതിനെയൊക്കെ പൊട്ടിച്ച് കടന്നു വരാനായിട്ട് ഈ നോവല് പ്രചോദിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ മാമൂലുകളും പൊട്ടിച്ചെറിയേണ്ടതാണെങ്കിൽ അത് പൊട്ടിച്ചെറിയുക തന്നെ വേണമല്ലോ. എന്നാലും ഒരുപാട് നന്ദി ബിജു പി മംഗലം. MTയുടെ പുസ്തകങ്ങൾ, MTയുടെ എഴുത്തുകൾ പരിചയപ്പെടുത്തുന്ന അക്ഷരമാസത്തിൽ, MT കഥാകാലത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട നോവൽ, MTയുടെ ആദ്യത്തെ നോവൽ എന്നെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. നന്ദി. ഏറെ സന്തോഷം. എന്റെ വായനയും ആരംഭിച്ചത് ഈ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ബാല്യകാല സഖിയിലൂടെയും നാലുകെട്ടിലൂടെയും ഒക്കെയാണ്. അപ്പൊ നമ്മളെ വായനാലോകത്ത് എത്തിച്ച ഒരു പുസ്തകത്തിന്റെ അതിന്റെ ഒരു പരിചയം നടത്തുക എന്നുള്ളത് അത് തന്നെ വലിയൊരു സന്തോഷമായിട്ട് കാണുന്നു. തീർച്ചയായിട്ടും ഒരുപാട് നന്ദി. ബിജു പി മംഗലം ആയിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത്. MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ നമ്മൾക്ക് എല്ലാവർക്കും വായിക്കേണ്ട, വായിച്ചു തുടങ്ങുന്നവർക്കൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു പുസ്തകം കൂടി തന്നെയാണ് MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ. മരുമക്കത്തായത്തെ കുറിച്ചുമൊക്കെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു നോവൽ കൂടി തന്നെയാണ്. വായിച്ചിട്ടില്ലാത്ത എല്ലാവരും തന്നെ MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവൽ വായിക്കുക എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത ആഴ്ച MT വാസുദേവൻ നായരുടെ മറ്റൊരു പുസ്തകവും എഴുത്തുമായിട്ട് എത്തിച്ചേരാമെന്ന പ്രതീക്ഷയോടെ ഇപ്പോൾ ടാറ്റാ ബോബി പറയുകയാണ് രതീഷ്. കേട്ടോണിക്കൂ റേഡിയോ മലയാളം 98.6 FM, കഥാസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.